ഹലോ ഗൈസ്, കഥേൻ്റെ തുടക്കം തൊട്ട് തന്നെ ആസ്ത മാജിക്ലെസ് ആയിരുന്നു. ആസ്തയ്ക്ക് ഒരു പോള പോലും മാജിക് പവേഴ്സ് ഇല്ലായിരുന്നു. ആൻഡ് ഇപ്പോൾ ആസ്ത ഒരു പ്ലാനറ്റ് തന്നെ തകർക്കാൻ കേപ്പബിലിറ്റീസ് വയ്ക്കുന്ന ഒരാളാണ്. ആസ്തേൻ്റെ പവേഴ്സ് നമുക്ക് ഈ ഒറ്റൊരു കാര്യം കൊണ്ട് തന്നെ റാങ്ക് ചെയ്യാൻ പറ്റും. അവൻ സിംഗിൾ ഹാൻഡഡ്ലി സുപ്രീം റാങ്ക് ഡെവിൾസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അവരെ ഡിസ്ട്രോയ് വരെ ചെയ്തായിരുന്നു. പക്ഷേ ഇതേ സമയത്ത് മാജിക് നൈറ്റ് ക്യാപ്റ്റൻസിന് ഈ ഡെവിൾസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. സമയത്തോടെ ആസ്ത അവൻ്റെ ആൻറ്റി മാജിക് പവേഴ്സ് കൺട്രോൾ ചെയ്യാനും ട്രൂ ഡെവിൽ യൂണിയൻ അച്ചീവ് ചെയ്യാനും കംപ്ലീറ്റ്ലി പഠിച്ചു. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ദി ലാൻഡ് ഓഫ് ദി സണ്ണിൽ പോയതിന് ശേഷം ആസ്ത അവിടെ നിന്ന് സെറ്റ് എന്ന് പറയുന്നൊരു ന്യൂ പവറും അൺലോക്ക് ചെയ്യും. സെറ്റൻ വന്നതിന് ശേഷം ആസ്തേൻ്റെ പവേഴ്സ് ഓൾമോസ്റ്റ് 100 ടൈംസ് കൂടുകയും ചെയ്തു. ലിറ്ററലി ആസ്തയ്ക്ക് ഒരു പ്ലാനറ്റ് വരെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ആസ്ത സെറ്റൻ യൂസ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം എത്രമാത്രം സ്ട്രോങ് ആയെന്നായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ സെറ്റൻ എന്തുവാണെന്ന് അറിഞ്ഞിരിക്കാനുണ്ട്. സെറ്റനെ സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ബ്ലാക്ക് ക്ലോവർ വേൾഡിൽ എല്ലാ മനുഷ്യരുടെ കയ്യിലും ലൈഫ് എനർജി ഉണ്ട്. ആൻഡ് ബ്ലാക്ക് ക്ലോവർ വേൾഡിൽ ഇതിനെ കീ എന്നാണ് പറയുന്നത്. ആൻഡ് എല്ലാ മനുഷ്യരും അവരുടെ എനർജി അൺകോൺഷ്യസ്ലി മാജിക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ആരെങ്കിലും ഈ ലൈഫ് എനർജി കോൺഷ്യസ്ലി യൂസ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ ബോഡിയിലെ ഫുൾ എനർജി ഒരു ബോഡി പാർട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് അതിനുശേഷം അയാൾ അത് വെച്ച് എന്ത് അറ്റാക്ക് ചെയ്താലും അത് 10 ടൈംസ് അല്ലെങ്കിൽ 100 ടൈംസ് കൂടുതൽ പവർഫുൾ ആയിരിക്കും. സോ ഈ ലൈഫ് എനർജീനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെറ്റൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആസ്ത്രയ്ക്ക് ഒരു തുള്ളി പോലും മാജിക് പവേഴ്സ് ഇല്ല. അതുകൊണ്ടാണ് അവൻ്റെ മാജിക്കിന് പകരം ആൻറ്റി മാജിക്കാണ് സെറ്റൻ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സെറ്റൻ മാസ്റ്റർ ചെയ്യാൻ യൂഷ്വലി ആൾക്കാർക്ക് വർഷങ്ങളെടുക്കും. ബട്ട് നമ്മുടെ ലെജൻഡ് ആസ്ത ഇത് വെറും ദിവസങ്ങൾ കൊണ്ടാണ് മാസ്റ്റർ ചെയ്തെടുത്തത്. ഈ വീഡിയോയിൽ ആസ്തേൻ്റെ പവേഴ്സ് 3 കാറ്റഗറീസിലായിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റാണ് ആസ്തയുടെ സ്പീഡ്. ആസ്ത ലൈറ്റിൻ്റെ സ്പീഡിനെയും കാട്ടിലും ഫാസ്റ്റാണ്. ആസ്ത കഥേൻ്റെ തുടക്കം മുതലേ വളരെ ഫാസ്റ്റായിരുന്നു. ആൻഡ് എൽഫാർക്കിൽ വെച്ച് ആസ്ത ലൈറ്റ് സ്പീഡും അച്ചീവ് ചെയ്തായിരുന്നു. ചാപ്റ്റർ 50 വെച്ച് ക്യാപ്റ്റൻ യാമി പറയും പാറ്റ്ലി ലൈറ്റിൻ്റെ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന്. ഇത് യാമി പറയുന്ന കാര്യം പാറ്റ്ലി ഡാർക്ക് എൽഫായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. ആൻഡ് ഡാർക്ക് എൽഫായിട്ട് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം പാറ്റ്ലിൻ്റെ സ്പീഡ് ലൈറ്റ് സ്പീഡിനെയും ബ്രേക്ക് ചെയ്തായിരുന്നു. പാറ്റ്ലി ഇത്രയും സ്ട്രോങ്ങും ഫാസ്റ്റും ആയതിനു ശേഷം ഡീമൺ സാഗ്രിഡിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പാറ്റ്ലിക്ക്. അതേസമയത്ത് എൽഫാർക്കിൻ്റെ എൻഡിൽ വെച്ച് ഡീമൺ സാഗ്രിഡിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് തോൽപ്പിച്ചത് ആസ്തയായിരുന്നു. നമുക്കിതൊക്കെ വെച്ച് തന്നെ അസ്യൂം ചെയ്യാം ആസ്ത പാറ്റ്ലിനെയും കാട്ടിലും സ്ട്രോങ് ആണെന്ന്. പക്ഷേ ഇതൊക്കെ നോർമൽ ഫീറ്റ്സാണ് ആസ്തയുടെ. ശരിക്കുമുള്ള പവർ ഓഫ് ആസ്തയ്ക്ക് കിട്ടുന്ന സ്പേഡ് കിണ്ടത്തിൽ വെച്ചാണ്. അവിടെ വെച്ച് ആസ്ത നഹാമയും ലിലിത്തിൻ്റെയും കൂടെ ഫൈറ്റ് ചെയ്യും. ആൻഡ് നഹാമയും ലിലിത്തും ഡാർക്ക് ട്രൈഡ് മെമ്പേഴ്സിനെയും കാട്ടിലും 2 മടങ്ങ് സ്ട്രോങ് ആണ്. ഇവരെ കണ്ടതും നാക്ട് വരെ പറയും ഇവർ രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ആണെന്ന്. ഇവർ രണ്ടുപേരും ഇത്രയും സ്ട്രോങ്ങും ഫാസ്റ്റും ആയിട്ടും ആസ്ത ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് അവൻ്റെ ഇംപെർഫെക്റ്റ് ഡെവിൽസ് യൂണിയൻ യൂസ് ചെയ്ത് ഇവരെ രണ്ടുപേരെയും തോൽപ്പിച്ചായിരുന്നു. മേ ബി ആ സമയത്ത് വേറെ ക്യാപ്റ്റൻസിന് വരെ ഇവരെ തോൽപ്പിക്കാൻ പറ്റിയില്ലെന്നിരിക്കാം. അതായത് എല്ലാ ക്യാപ്റ്റൻസിനെ റാങ്ക് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. കമൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ, ലൂസിഫറോൻ്റെ കൂടെയുള്ള ഫൈറ്റിൽ ബാക്കി ക്യാപ്റ്റൻസിന് ഫൈറ്റ് പോയിട്ട് ലൂസിഫറോൻ്റെ സ്പീഡ് പോലും മാച്ച് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആൻഡ് ലൂസിഫറോ ഒരു നോർമൽ ഡീമണൊന്നും അല്ലായിരുന്നു. ലൂസിഫറോ സുപ്രീം ഡെവിൽസിനെയും കാട്ടിലും 100 ടൈംസ് സ്ട്രോങ് ആയിരുന്നു. ആൻഡ് ഇതേ ലൂസിഫറോനെയാണ് ആസ്ത ട്രൂ ഡെവിൽസ് യൂണിയൻ അച്ചീവ് ചെയ്തതിന് ശേഷം ഈസിലി തോൽപ്പിച്ചത്. സോ നമുക്ക് ഇത് വെച്ച് തന്നെ അസ്യൂം ചെയ്യാം ആസ്ത സ്പീഡ് ഓഫ് ലൈറ്റിനെയും കാട്ടിലും ഫാസ്റ്റ് ആണെന്ന്. പക്ഷേ സെറ്റൻ അച്ചീവ് ചെയ്തതിന് ശേഷം ആസ്തേൻ്റെ സ്പീഡ് ഇതിനെയും കാട്ടിലും ഫാസ്റ്റായി. ലാൻഡ് ഓഫ് ദി സണ്ണിൽ വെച്ച് ആസ്ത പ്ലാഡിയൻ ലില്ലിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യും. ആൻഡ് ലൂഷ്യസ് ലില്ലിക്ക് 1 ഓഫ് ദ 3 കിങ്സ് ഓഫ് ഹെൽ ബെൽസ്ബബിൻ്റെ ഫുൾ പവറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഫൈറ്റിൽ വെച്ച് സിസ്റ്റർ ലില്ലിൻ്റെ സ്പെഷ്യൽ മാജിക് ആസ്തേൻ്റെ ദേഹത്ത് തൊട്ടതുപോലും ഇല്ലായിരുന്നു. ആസ്ത ലാൻഡ് ഓഫ് ദി സണ്ണിൽ നിന്ന് ക്ലോവർ കിണ്ടത്തിലേക്ക് വന്നതിന് ശേഷം ആസ്ത ഈസിലി പ്ലാഡിയൻ ഡെമോണ്ടേനെ 1 ഷോട്ട് ചെയ്ത് തോൽപ്പിച്ചായിരുന്നു. ആൻഡ് ഡെമോണ്ടേന് ഈ അറ്റാക്ക് കാണാൻ പോലും പറ്റിയില്ലായിരുന്നു. അവൻ വരെ വിചാരിക്കുമായിരുന്നു എന്തുവാണ് അവനെ തട്ടിയെന്ന്. ആസ്തയുടെ ഈ അച്ചീവ്മെൻ്റൊക്കെ കണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം ആസ്ത ലൈറ്റിൻ്റെ സ്പീഡിനെയും കാട്ടി 100 ടൈംസ് കൂടുതൽ ഫാസ്റ്റാണെന്ന്. ഇനി ആസ്തേൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, മാങ്കയിൽ പറയുന്നത് ലൂസിഫർ ഹ്യൂമൻ റെലമിൽ ഡിസെൻഡ് ചെയ്താൽ വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആകുമെന്നാണ്. ആൻഡ് ഒരേ ഒരാൾക്ക് ലൂസിഫറിനെ തോൽപ്പിക്കാൻ പറ്റും. ആൻഡ് ലൂസിഫറിനെ തോൽപ്പിച്ചതും അയാളാണ്. ആൻഡ് അയാളാണ് ആസ്ത. ബട്ട് ഇപ്പോൾ ബ്ലാക്ക് ക്ലോവറിലുള്ള കറണ്ട് വില്ലൻ ലൂഷ്യസിനെ നോക്കുകയാണെങ്കിൽ, ലൂഷ്യസ് ലൂസിഫറോയിനെയും കാട്ടിയും ഒരുപാട് മടങ്ങ് സ്ട്രോങ് ആണ്. ആൻഡ് ലൂസിഫറോയിനെ ആസ്തയ്ക്ക് തോൽപ്പിക്കണമെങ്കിൽ ആസ്തയ്ക്ക് എന്തെങ്കിലും പുതിയ പവർ അൺലോക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് ആസ്ത അൺലോക്കും ചെയ്യും. ഈ പവറിനെയാണ് സെറ്റൻ എന്ന് പറയുന്നത്. ഈ സെറ്റൻ യൂസ് ചെയ്ത് ആസ്ത ലാൻഡ് ഓഫ് ദി സണ്ണിൽ വെച്ച് 5 ഹെഡഡ് ഡ്രാഗനെ ഒറ്റ അറ്റാക്കിലാണ് തോൽപ്പിച്ചിരുന്നത്. ആൻഡ് കറൻ്റ്ലി ഈ സമയത്ത് ആസ്ത ലാൻഡ് ഓഫ് ദി സണ്ണിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ആണ്.
കാരണം ആസ്തേൻ്റെ സെറ്റിൻ്റെ പവർ ലെവൽ മാച്ച് ചെയ്യുന്ന ഒരേ ഒരാളെ ഉള്ളൂ ലാൻഡ് ഓഫ് ദ സണ്ണിൽ, ആൻഡ് അയാളാണ് യോസുഗ. ബട്ട് സ്റ്റിൽ യോസുഗയ്ക്ക് അവൻ്റെ സെറ്റിൻ യൂസ് ചെയ്ത് മാജിക്കിനെ കട്ടും ഡിസ്ട്രോയും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആസ്തയ്ക്ക് സെറ്റിൻ യൂസ് ചെയ്ത് മാജിക്കിനെ ഡിസ്ട്രോയും കട്ടും ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് കൺക്ലൂഷനിൽ വരാം ആസ്തേൻ്റെ സെറ്റിൻ യോസുഗയുടെ സെറ്റിൻ്റെയും കാട്ടിയും സ്ട്രോങ് ആണെന്ന്. ആൻഡ് ഇത് മാത്രമല്ല, ആസ്തയ്ക്ക് ഡോർത്തീൻ്റെ ഇൻഫിനിറ്റ് സ്പേസ് ഗ്ലാമർ വേൾഡിനെ യാമി കട്ട് ചെയ്തതുപോലെ കട്ട് ചെയ്യാനും പറ്റും. സ്പേഡ് കിങ്ഡത്തിൽ വെച്ച് ആസ്ത യാമീൻ്റെ ഡയമെൻഷൻ / റിപ്ലിക്കേറ്റ് ചെയ്യുന്നവരെ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ആസ്ത ലാൻഡ് ഓഫ് ദി സണ്ണിൽ പോയി സെറ്റൻ പഠിച്ചതിന് ശേഷം ഈ എബിലിറ്റി ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട്. ആസ്ത 5 ഹെഡഡ് ഡ്രാഗനെ സ്ലാഷ് ചെയ്തപ്പോഴത്തേക്കും സ്കൈ വരെ സ്പ്ലിറ്റ് ആയി പോയായിരുന്നു. ആൻഡ് ഇത് മാത്രമല്ല, ആസ്ത അവൻ്റെ ആൻറ്റി മാജിക്കിൻ്റെ പവർ ബ്ലാക്ക് ബുൾ സ്ക്വാഡിൻ്റെ മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവരുടെ പവർ ഒരുപാട് കൂടിയായിരുന്നു. ആൻഡ് ഈ പവർ കിട്ടിയതിന് ശേഷം ലക്കും മാഗ്നി ലൂഷ്യസിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല ഡാമേജും ചെയ്തായിരുന്നു. ഇത് വെച്ച് തന്നെ നമുക്ക് ഗെസ് ചെയ്യാം ആസ്ത എത്രമാത്രം സ്ട്രോങ് ആണെന്ന്. ആസ്തേൻ്റെ സ്ട്രെങ്ത്തിനെയും സ്പീഡിനെയും പറ്റി പറഞ്ഞു. ഇനി ആസ്തേൻ്റെ ഡ്യൂറബിലിറ്റീനെ പറ്റി പറയാം. ആസ്തേൻ്റെ ഡ്യൂറബിലിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി സെറ്റൻ മാസ്റ്റർ ചെയ്തതിന് ശേഷം ആസ്തേൻ്റെ ഡ്യൂറബിലിറ്റി ഒരുപാട് കൂടി. ബട്ട് അതിനൊക്കെ മുമ്പേ തന്നെ ലൂസിഫറിൻ്റെ കൂടെയുള്ള ഫൈറ്റിൽ വെച്ച് മെറിലിനെ പറയും ലൂസിഫറിൻ്റെ ഒറ്റ പഞ്ച് മതി ഒരാളെ തീർക്കാനെന്ന്. ആൻഡ് ആസ്ത അതിനുശേഷം ലൂസിഫറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് 1 അല്ല 2 അല്ല ഒരുപാട് പഞ്ചസ് കൊള്ളും. അതിനുശേഷം ആസ്ത സർവൈവ് ചെയ്യും. ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ആസ്തേൻ്റെ ഡ്യൂറബിലിറ്റി ബാക്കി ക്യാപ്റ്റൻസിനെയും കാട്ടിലും സ്ട്രോങ് ആണെന്ന്. ഇത് മാത്രമല്ല, ഇനി ചാപ്റ്റർ 340 വരുവാണെങ്കിൽ ഇച്ചിക്ക സെറ്റിൻ്റെ ഒരു അറ്റാക്ക് വെച്ച് ട്രൂ ഡെവിൽസ് യൂണിയനിലുള്ള ആസ്തേനെ നോക്കൗട്ട് ചെയ്തായിരുന്നു. ജസ്റ്റ് റിമെമ്പർ, ആസ്ത ലൂസിഫറിൻ്റെ അറ്റാക്ക് കൊണ്ടിട്ട് നോക്കൗട്ട് പോലും ആയിട്ടില്ലായിരുന്നു. ഇത് വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സെറ്റൻ ലൂസിഫറിൻ്റെ അറ്റാക്കിനെയൊക്കെ കാട്ടിലും സ്ട്രോങ് ആണെന്ന്. ആസ്ത ട്രൂ ഡെവിൽസ് യൂണിയനിൽ പോകുമ്പോൾ അവൻ്റെ മൊത്തം ബോഡി പാർട്സും ആൻറ്റി മാജിക്കിൽ കവറാവും. ആൻഡ് എന്ത് മാജിക് പവർ അതിൻ്റെ മേളിൽ വന്നാലും അത് ക്യാൻസൽ ഔട്ട് ആയി പോകും. ആൻഡ് ആസ്തയ്ക്ക് ഒരു എഫക്റ്റും ഉണ്ടാകത്തില്ല മാജിക് അറ്റാക്സ് ചെയ്യുന്നത്. സെറ്റൻ മാസ്റ്റർ ചെയ്തതിന് ശേഷം ആസ്തേൻ്റെ ഡ്യൂറബിലിറ്റി ഒരുപാട് കൂടി. മാജിക് അറ്റാക്സ് മാത്രമല്ല, ചില ഫിസിക്കൽ അറ്റാക്സ് ആസ്തേൻ്റെ മുകളിൽ വർക്കാവുന്ന നിർത്തും. ആസ്തേൻ്റെ പവേഴ്സ് നമുക്ക് ഇത് വെച്ച് തന്നെ അസ്യൂം ചെയ്യാം. കംപ്ലീറ്റ് ക്ലോവർ കിങ്ഡത്തിൻ്റെയും ഫോഴ്സസ് ചേർന്നാണ് ഒരു പ്ലാഡിനെ തോപ്പിച്ചത്. അതേ സമയത്ത് ആസ്ത ക്ലോവർ കിങ്ഡത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്ലാഡിൻസിനെ ഒറ്റയ്ക്ക് 1 ഷോട്ട് ചെയ്ത് തോപ്പിച്ചായിരുന്നു. ആസ്ത ലൂഷ്യസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യും തോറും അവൻ്റെ പവേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ആസ്തയ്ക്ക് ഇനിയും പവർ അപ്സ് കിട്ടും. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ആസ് ഓൾവേസ് കീപ് ബീങ് ഓസം. ബൈ.